നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി ഷാജി. ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തുറന്നുവിട്ട അഴിമതി കഥയിലെ ഭൂതം ഇപ്പോൾ ക്ലിഫ് ഹൗസിന് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണെന്ന ധാരണ ശക്തമായപ്പോഴാണ് SFIO അന്വേഷണം തടയണം എന്ന ആവശ്യവുമായി കേരള ഹൈക്കോടതിയിൽ KSIDC പരാതിയുമായി പോയത്. ആ ഹർജി കോടതി തള്ളിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ മകൾ കർണാടക ഹൈക്കോടതിയിലും സമാനമായൊരു ഹർജി സമർപ്പിച്ചിരുന്നു. ഇന്ന് ആ ഹർജി കർണാടക ഹൈക്കോടതിയും ഒറ്റവരി ഉത്തരവിനാൽ തള്ളിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിവാദങ്ങളും കേരള കർണാടക ഹൈക്കോടതികളുടെ വിലയിരുത്തലുകളും വീണ വിജയനും അച്ഛൻ പിണറായി വിജയനും ഭർത്താവ് മുഹമ്മദ് റിയാസിനും കൂടാതെ ഇടതുപക്ഷ സർക്കാരിന് പൊതുവായും കനത്ത വെല്ലുവിളിയാകുമെന്നും ഇത് വിശദീകരിക്കാൻ സാധാരണ പാർട്ടി പ്രവർത്തകർ കുറച്ച് കൂടുതൽ ക്യാപ്സ്യൂളുകൾ കഴിക്കേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തിനും ഏതിനും പഴഞ്ചൊല്ലുകളിലൂടെ നിയമസഭയിലും പൊതുജനങ്ങൾക്കും മറുപടി നൽകുന്ന മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനു വഴിയിൽ പേടിക്കുന്നു എന്ന പൊതുജന സംശയത്തിന് മുന്നിൽ ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആണെന്ന ക്യാപ്സൂളുകൾ വില പോവില്ല എന്നാണ് പൊതുവായുള്ള വിലയിരുത്തൽ. എല്ലാം രാഷ്ട്രീയ പ്രേരിതം, മാസപ്പടി എന്നത് മാധ്യമ സൃഷ്ടി എന്നൊക്കെയുള്ള ക്യാപ്സൂളുകൾ അടിമകളായ അണികൾ നാടുനീളെ വിതരണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മടിയിൽ ഖനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല, ഈ കൈകൾ ശുദ്ധമാണ് എന്നിങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ വാക്കസൃത്തിനോ സാങ്കേതിക പരിജ്ഞാനമുള്ള പെൺകുട്ടിയെ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ലേ, വീണയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആരെയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നിങ്ങനെയുള്ള പാർട്ടി സെക്രട്ടറിയുടെ ഇരവാദങ്ങൾ എന്നിവ കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന തിരിച്ചറിവ് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ കൂടി വരികയാണ്. കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കിനുള്ള ഇടപാട് എന്താണ്? ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ എന്തായിരുന്നു? ഇപ്പോഴത്തെ SFIയുടെ അന്വേഷണത്തിലെ സാങ്കേതികത്വം, അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ എങ്ങനെയാണ് ഉൾപ്പെട്ടത് എന്നിങ്ങനെ ചോദ്യങ്ങൾ പലതാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെ ഒരു അവസരത്തിൽ പോലും പ്രതിരോധിക്കാൻ ശ്രമിക്കാത്ത CPM എന്തുകൊണ്ട് വീണ തൈക്കണ്ടിയിൽ എന്ന മുഖ്യന്റെ മകളെ സംരക്ഷിച്ചു പിടിക്കാൻ പാടുപെടുന്നു എന്ന ചോദ്യമാണ് കേവലം അടിമകളല്ലാത്ത പാർട്ടി പ്രവർത്തകർ പ്രധാനമായും ഉന്നയിക്കുന്നത്. സമാനമായ രീതിയിൽ കേരള ഹൈക്കോടതി കൈയൊഴിഞ്ഞ മുൻമന്ത്രി തോമസ് ഐസക്കിനെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇന്നത്തെ കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ഹർജി തള്ളുന്നു എന്ന ഒറ്റവരി ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ജനം ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നു. കർണാടകയും കൈവിട്ട വീണയുടെ മുന്നിൽ ഇനി എന്ത്? ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്ന അഡ്വക്കേറ്റ് KM ഷാജഹാൻ, സേവ് കേരള ഫോറം, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അദ്ദേഹം പരാതിക്കാരനാണ്. ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ വന്ന ധാരണാപത്രത്തിലെ കണ്ടെത്തലുകളിൽ പിഴയടച്ച് മുഖം രക്ഷിക്കാനുള്ള എക്സാലോജിക്കിന്റെയും KSIDCയുടെയും CMRLന്റെയും ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായത് ശ്രീ ഷോൺ ജോർജിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ശ്രീ പ്രിന്റു മഹാദേവ് ഉണ്ട്, BJPയുടെ വക്താവ്. ഒപ്പം തന്നെ ജോർജ് ജോസഫ് ഉണ്ട്, റിട്ടയർഡ് SP. ഒപ്പം RS പ്രഭാതുമുണ്ട്, LDF. എല്ലാവരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷോൺ ജോർജ്, ഇന്ന് താങ്കൾക്ക് തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ ഈ ചർച്ചയിൽ ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ ആദ്യം താങ്കളിലേക്ക് തന്നെ കടക്കട്ടെ. ഇന്ന് കർണാടക ഹൈക്കോടതി ഈ വിശദമായ വിധി പകർപ്പ് നാളെ രാവിലെ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഒറ്റ വരിയിലാണ് ഈ ഹർജി തള്ളുന്നു എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ഈ അഴിമതികൾ ഇങ്ങനെ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ കൊണ്ട് മാത്രമേ, അവരുടെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൽ മാത്രമേ ഈ അഴിമതികൾക്കൊരു തടയിടാനാകൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പിണറായി വിജയനെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു വിഭാഗമുണ്ടല്ലോ, ഇത് വളരെ നിഷ്പക്ഷമായി നോക്കി കാണുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തിൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു താങ്കൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട ചോദ്യം അത് തന്നെയാണ്, ഇനിയെങ്കിലും അച്ഛനും മകളും ഈ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകുമോ എന്നുള്ളത്. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു പ്ലാൻ B എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്വിക്ക് റെസ്പോൺസ് ടീം ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായാൽ അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കാനൊക്കെ റെഡിയാണ് എന്നുള്ള സൂചനകളൊക്കെ വന്നിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ കോടതികൾ കയറി ഇറങ്ങുന്നു, എന്തുകൊണ്ട് ധൈര്യത്തോടെ ഈ അന്വേഷണത്തെ നേരിടുന്നില്ല എന്നുള്ളൊരു ചോദ്യം. താങ്കൾക്ക് എന്തായാലും ഈ ഒരു വിധിയിൽ അഭിപ്രായം എന്താണ്? ഒപ്പം തന്നെ മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്? ശ്രീ ഷോൺ ജോർജ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് എൻ്റെ മോള് ഇങ്ങനെ ഒരു കമ്പനി, പെൻഷൻ കാശ് എടുത്തു കൊടുത്ത് അതുകൊണ്ടാണ് കമ്പനി തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് അതിന്റെ മാസ്റ്റർ ഡാറ്റയിൽ, അവരുടെ വീണയുടെ അക്കൗണ്ടിന്റെ കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റിൽ, ആനുവൽ സ്റ്റേറ്റ്മെന്റിൽ പെൻഷൻ കാശിനേക്കാൾ ഒത്തിരി കൂടുതലാണ് അവര് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമായി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കമല ഇന്റർനാഷണലിനെ കുറിച്ചാണ്. ആ കമല ഇന്റർനാഷണലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തി കൊടുത്തിരുന്നു. ആ കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഇല്ല എന്ന് ലാവ്ലിൻ കേസ് സമയത്ത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഹൈക്കോടതിയിൽ വന്ന റിട്ടിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ച R മോഹൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ 2019 മുതൽ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസറായി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ടീമിൽ ജോലി ചെയ്യുന്നു.
ശമ്പളം പോലും ഇല്ലാതെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം, അവർ തമ്മിലുള്ള ബന്ധം എത്ര ഗാഢമാണ് എന്നുള്ളത്. അങ്ങനെ ഇപ്പോ ഈ കേസ് വന്നിരിക്കുന്നു. ആദ്യം എന്താണ് ശ്രമിച്ചത്? 31-ാം തീയതി കേസ് വരുന്നു. 31-ാം തീയതി കേസല്ല, 31-ാം തീയതി അന്വേഷണ ഉത്തരവ് വരുന്നു. അതിനുശേഷം 1, 2, 3, 4 വർക്കിംഗ് ഡേ മുമ്പിലുണ്ടായിരുന്നു. ആ 4 വർക്കിംഗ് ഡേയിൽ ഇവർ കോടതിയെ സമീപിക്കാനോ മറ്റൊന്നിനും ശ്രമിച്ചില്ല. പക്ഷെ ആ സമയത്ത് കൃത്യമായി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലും അതുപോലെ തന്നെ CMRL-ലും കൊച്ചിയിലെ ഓഫീസിലും ഇവിടെ SFIയുടെ റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡിൽ നിന്നും കണ്ടെടുത്ത ഡോക്യുമെന്റ് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയിലേക്കും അതുപോലെ എക്സാലോജിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്കും വിരൽ ചൂണ്ടുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 8-ാം തീയതി അവർ കോടതിയെ സമീപിക്കുന്നത്. ഇവിടെ ആദ്യം കേരള ഹൈക്കോടതിയെ സമീപിച്ചു, അത് KSIDCയെ കൊണ്ട് സമീപിച്ചു. അപ്പം പ്രത്യേകിച്ച് വക്കീലിന് കൊടുക്കാൻ കാശൊന്നും വേറെ മുടക്കേണ്ട കാര്യമില്ല. സർക്കാരിന്റെ ചെലവിൽ ഒരു സർക്കാർ ഏജൻസിയെ കൊണ്ട് ഇന്ത്യയിൽ രൂപീകൃതമായ നിയമപരിസ്ഥാപിതമായ ഒരു ഏജൻസിയുടെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ KSIDC കൊണ്ട് അപേക്ഷ കൊടുക്കുന്നു. അത് കേരള ഹൈക്കോടതി പരിഗണിച്ചില്ല, അത് ഇന്ററിം ഓർഡർ കൊടുത്തില്ല. അതിന്റെ ബാക്കിയാണ്. അപ്പൊ എല്ലാവരുടെയും പ്രയർ എന്താണ്? SFIO അന്വേഷണം സ്റ്റേ ചെയ്യണം. അത് KSIDCയുടെ അപേക്ഷയിൽ സ്റ്റേ ചെയ്താലും അതുപോലെ തന്നെ വീണ ബാംഗ്ലൂർ കൊടുത്ത അന്വേഷണത്തിൽ സ്റ്റേ ചെയ്താലും ആവശ്യം ഒന്നേ ഉള്ളൂ, SFIO അന്വേഷണം നടക്കരുത്. ഞാൻ ഈ കവല തോറും അതുപോലെ നിയമസഭയിലും എൻ്റെ മടിയിൽ കനമില്ലെന്നും ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ കൈകൾ പരിശുദ്ധമാണെന്നും പറയുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അന്വേഷണത്തെ പേടിക്കുന്നത്? അത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആണ്. KSIDCയെ പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനം സർക്കാരിന്റെ മാത്രം ഉടമസ്ഥയിലുള്ള, ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും അറിയാൻ അവകാശമുള്ള ഒരു കമ്പനിയിൽ തിരിമറി നടന്നു എന്നൊരു പരാതി വന്നാൽ ആ പരാതി അന്വേഷിക്കുന്നതിൽ എന്ത് തെറ്റ് എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ട് പോലും അതിനുശേഷമാണ് ഈ പരാതി ഈ സ്റ്റേ കൊടുക്കാൻ വേണ്ടി ഈ റിട്ട് വീണയുടെ കമ്പനി എക്സാലോജിക്കും വീണയും ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അപ്പം ഈ കോടതിയിൽ ഇതെന്താ, ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഈ സ്റ്റേജിൽ ഒരു കാരണവശാലും SFI ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു എക്കണോമിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ലോസ് ആവശ്യമാണ്. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളും അല്ലാത്ത കമ്പനി ലോ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ 2013 കമ്പനി തലത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന ഫ്രോഡുകളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കാൻ വേണ്ടി 2013 കമ്പനീസ് ആക്ട് ഭേദഗതി ചെയ്ത് രൂപീകരിച്ച SFI എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയെ ഒരു കാരണവശാലും കോടതി ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി റൂളിംഗ് ഉണ്ട്. അത് നിലനിൽക്കുമ്പോൾ എന്തുവിധേനയും കുറച്ച് കാലതാമസം ഏത് തരത്തിലും ഇത് നീട്ടിക്കൊണ്ടു പോവുക, ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 20 അല്ലെങ്കിൽ പരമാവധി 20 ദിവസത്തിനകം ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപിക്കും. അതാണ് നമ്മുടെ കാലാവധി തികയാൻ പോകുന്ന ഒരു 20 അല്ലെങ്കിൽ 25 ദിവസത്തിനകം പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അന്വേഷണ ഏജൻസി നടത്തുന്ന ഏതൊരു നടപടിയും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനും ഇലക്ഷന് വേണ്ടിയാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനും കഴിയും എന്നതുകൊണ്ടാണ് ഇവർ കാലതാമസം ഉണ്ടാക്കാൻ. ഇനിയിപ്പോ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാം, സുപ്രീം കോടതി അപ്പീൽ പോകാം. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്, അങ്ങ് പറയുന്ന PV എന്ന് പറയുന്ന പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അങ്ങ് പറയുന്ന വാക്കിന് നിലയും വിലയും ഉണ്ടെങ്കിൽ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് തന്റേടമായിട്ട് ഈ അന്വേഷണത്തെ നേരിട്ട് അങ്ങയുടെ കൈകൾ പരിശുദ്ധമാണെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് തെളിയിക്കാൻ അങ്ങേക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണിത്. അത് അങ്ങ് വിനിയോഗിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ ഷോൺ ജോർജ്, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഉള്ള ക്യാപ്സൂളിന് കുറച്ചുകൂടി ബലം കൂടുമെന്നുള്ളൊരു ഒരു വശമുണ്ട്. മാത്രമല്ല CMRL പരിശോധനകൾ നടന്നു, KSIDCയിൽ പരിശോധനകൾ നടന്നു. ഇനി അടുത്തതായി എക്സാലോജിക്കിലേക്കാണ്. തീർച്ചയായും നിർണായകമായ വിവരങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടാകുന്ന ഒരു ഭയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അല്ലെ ഈ അന്വേഷണം റദ്ദാക്കണം എന്ന് മാത്രമല്ലേ, അന്വേഷണത്തിന് തൽക്കാലം തടയിടണം എന്നൊരാവശ്യം കൂടി ആ ഹർജിയിൽ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒട്ടും സാവകാശം ഉണ്ടായിരുന്നില്ല എക്സാലോജിക്കിന് അല്ലെങ്കിൽ വീണയ്ക്ക് എന്നുള്ളതാണ്. അതെ. ഈ എക്സാലോജിക്കിനെ സംബന്ധിച്ച്, എക്സാലോജിക്കുമായിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച് CMRL-ലെ രേഖകൾ സൂക്ഷിച്ചേ മതിയാവും. കാരണം CMRL-ന് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിലും അതുപോലെ തന്നെ അതിനു മുമ്പ് PCIT പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി ഈ അന്വേഷണം നടത്തിയ
പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ടിലും അവിടെ ഇന്ന രേഖകൾ അവിടെ ഉണ്ട്. ആ രേഖകൾ SFIയുടെ കയ്യിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വീണ നൽകിയ സേവനം, വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണെന്ന് ആർക്കും ബോധ്യപ്പെടും. നമുക്കറിയാലോ, പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്, അതായത് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് ആണ്. പ്രൊഡക്ഷനും സെയിൽസും നടത്താൻ, മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്ഷനും സെയിൽസും നടത്താൻ എക്സാലോജിക്ക് എന്ന് മാത്രമല്ല മറ്റൊരു കമ്പനിയും മൈക്രോസോഫ്റ്റ് അനുവദിക്കില്ല. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റു വേറൊരു ക്രിമിനൽ കേസുണ്ട്. മാത്രമല്ല, ഇത് അന്വേഷണത്തിന്റെ നാളുകൾ നിങ്ങൾക്കറിയാം. 2020-21 കാലഘട്ടത്തിൽ എന്തുമാത്രം തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമല്ലേ. ഈ സമയത്തല്ലേ ഒരിക്കലും കമ്പനീസ് ആക്ട് പ്രകാരം പാലിക്കേണ്ട ഒരു നിയമവും പാലിക്കാതെ ആ കമ്പനി ഡോർമെന്റ് ആക്കാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അത് നിയമവിരുദ്ധമായി നിലവിലുള്ള വസ്തുതകൾ മറച്ചു വെച്ചാൽ കൊടുക്കുന്നത്. അതൊരു വലിയ കുറ്റമാണ്. അത് കൂടാതെ ഇവരുടെ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ നടത്തി, അതായത് CMRന്റെ ഉടമസ്ഥരായ കുടുംബം, കർത്തയുടെ ഭാര്യ ഉൾപ്പെടെ അദ്ദേഹം ഉൾപ്പെടെ ഡയറക്ടർമാരായിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും ഈടില്ലാതെ, അതായത് അൺസെക്യൂർഡ് ലോൺ ഈടില്ലാതെ വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം 77,82,000 രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. തിരിച്ചു കൊടുത്തോ നമുക്കറിയില്ല. അതിന്റെ ഡീറ്റെയിൽസ് അറിയാതിരിക്കാൻ എംപവർ ക്യാപിറ്റൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ മാറ്റി എംപവർ എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന കമ്പനിയാക്കി മാറ്റി. അതിനുശേഷം 6 മാസം കഴിഞ്ഞ കമ്പനി തന്നെ NBFC ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഒരു NBFCക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി ഒത്തിരി ആളുകൾ നമ്മുടെ ഓഫീസിൽ വരെ വന്ന് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഈ NBFC ലൈസൻസിന്റെ പ്രോസസ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു 2 കോടി രൂപ അടുത്ത് ഒരു NBFC ലൈസൻസ് കിട്ടണമെങ്കിൽ അത്രയും ചെലവുണ്ട്. അത്രയും ചെലവുള്ള ഒരു സ്ഥാപനം വീണയെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അന്വേഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ആ NBFC അവര് ഈ കർത്തയുടെ കുടുംബം ആ എംപവർ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ പേര് മാറ്റിയ ആ കമ്പനി ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ ഒളിക്കാനുണ്ട്, മറയ്ക്കാനുണ്ട്, മടിയിൽ കനമുണ്ട്, കൈകൾ ശുദ്ധമല്ല എന്ന് വ്യക്തമാക്കുന്ന നടപടിയാണ് PVയും മകളും ഈ നിമിഷം വരെ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ശ്രീ ഷോൺ ജോർജ്, ഈ SFIOയ്ക്ക് കൂടുതൽ രേഖകൾ കൈമാറിയിട്ടുണ്ട് താങ്കൾ പറയുകയുണ്ടായി. ഒരുപക്ഷെ അത് ആ ഏജൻസിക്ക് മാത്രമായിട്ടാണോ അത് പൊതുജനങ്ങൾ കൂടി വ്യക്തമാകുന്ന രീതിയിൽ അതിൻ്റെ ഒരു നടപടി എന്താണ്? കാരണം കൂടുതൽ നിർണായകമായ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് താങ്കൾ ഇന്ന് പറയുകയുണ്ടായല്ലോ. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ശേഖരിച്ചിട്ടുള്ള രേഖകൾ കൃത്യമായി ഞാൻ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് ഒന്നാമതായിട്ട് കൈമാറും. അതിന്റെ കോപ്പി SFIO അന്വേഷണം ഏറ്റെടുത്ത സ്ഥിതിക്ക് അതിന്റെ കോപ്പി SFIO ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും രാവിലെ രേഖകൾ കൈമാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച കോടതി, ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് കോടതിയിൽ കൂടെ അത് ഇന്റർവ്യൂ ആപ്ലിക്കേഷൻ ആയിട്ട്, മാത്രമല്ല KSIDC ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ എനിക്ക് കക്ഷി ചേരേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ കേസിൽ കക്ഷിയല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആ കേസിൽ കക്ഷി ചേരേണ്ടതായിട്ടുണ്ട്. കക്ഷി ചേരുകയും അതുപോലെ തന്നെ നിലവിലുള്ള പരാതിയിന്മേൽ ഇന്റർവ്യൂ ആപ്ലിക്കേഷൻ എന്ന ഒരു IA എന്ന നിലയിൽ എനിക്ക് എൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് KSIDCയെ സംബന്ധിച്ച് അത് എടുത്തു പറയേണ്ട കാര്യമാണ്. KSIDCയെ സംബന്ധിച്ച് KSIDC ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. KSIDCക്ക് എല്ലാം അറിയാമായിരുന്നു. KSIDC CMRലിന് ഈ വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന രേഖകൾ തിങ്കളാഴ്ച ഞാൻ കോടതിയിൽ സമർപ്പിക്കും. ശ്രീ ഷോൺ ജോർജ്, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കാരണം പലരും തങ്ങളെ വിശേഷിപ്പിക്കുന്ന യഥാർത്ഥ പ്രതിപക്ഷം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയമൊക്കെ നിയമസഭയിൽ കൊണ്ടുവന്നു, അതൊരു വിചിത്രമായ വാദം ഉന്നയിച്ച് തള്ളുകയായിരുന്നു നമുക്കറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും പ്രതിപക്ഷം ഒരല്പം തണുത്ത നിലപാടാണ് നിയമസഭയിൽ എടുക്കുന്നത് എന്നുള്ള ഒരു ആരോപണം പൊതുവായിട്ടുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനതിൽ പരാതി പറഞ്ഞിട്ടുള്ള ആളാണ്. കാരണം പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനൊക്കെ ഉള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. ശക്തമായ പ്രതിപക്ഷം, ഞാൻ ഒറ്റ കാര്യം പറയും, ഈ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് CPM ആണെങ്കിൽ എന്ത് നടന്നേനും കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. മുഖ്യമന്ത്രിയെ നേരിട്ട് വിരൽ ചൂണ്ടുന്ന, മുഖ്യമന്ത്രി പ്രതിയാണെന്ന് എവിഡൻസുകൾ സഹിതം, കൃത്യമായ രേഖകൾ സഹിതം ഹൈക്കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ ഇന്ന് നടത്തിയ പ്രതികരണമൊക്കെ വളരെ വളരെ നിരാശാജനകമാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ, വളരെ നിരാശാജനകമാണ്. കാരണം ഇന്ന് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു, ഇത് അന്വേഷണം നടക്കട്ടെ, കൈകൾ പരിശുദ്ധമല്ല എന്നൊക്കെ പറയുന്നല്ലാതെ ഇത്രയും കൃത്യമായ
എവിഡൻസുകളുള്ള ഒരു കേസിൽ എന്തുകൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നില്ല? അവിടെ അനുമതി ചോദിച്ചു, അനുമതി കിട്ടിയില്ല. ഇതിനു മുമ്പ് നിയമസഭ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ നടന്ന പ്രക്ഷോഭം കേരളം മുഴുവൻ കണ്ടതാണ്. എത്ര വലിയ പ്രക്ഷോഭം അവിടെ ഉണ്ടായി. എന്നാണെങ്കിൽ നിയമസഭ തല്ലിപ്പൊളിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിയമസഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ പോലും നിയമസഭയുടെ പ്രതിഷേധത്തിലൂടെ പൊതുസമൂഹത്തെ ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാസ്റ്റർ ചോദിച്ചാല് ദേശാഭിമാനിയും കൈരളിയും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ആളുകൾ എങ്ങനെ സത്യം അറിയുമായിരുന്നു എന്നൊരു വലിയ കോമഡി കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ, ഇവിടെ പത്രങ്ങളില്ലായിരുന്നെങ്കിൽ, അത് ദൃശ്യമാധ്യമങ്ങളും പ്രിന്റ് മാധ്യമം ഏത് തന്നെ ആട്ടെ, ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ വിഷയം ആരെങ്കിലും അറിയുമോ? കാരണം ഇത് ഏറ്റെടുക്കാൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രതികരിക്കാതിരിക്കാൻ മേലാത്തത് കൊണ്ട് മാത്രം പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ദുഃഖമുണ്ട്. ഇതൊന്നും അല്ല പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്ന് മാത്രം പറയുന്നു. യെസ്, ഒപ്പം തന്നെ സ്കൈ 11 ഇൻകോർപ്പറേറ്റ് എന്നൊരു കമ്പനി, അതിനെക്കുറിച്ച് കൂടി താങ്കൾ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു, കാനഡ ആസ്ഥാനമായിട്ടുള്ള. പക്ഷേ അതിനുശേഷം ഈ വാർത്തയൊക്കെ പുറത്തു വന്നതിന് ശേഷം താങ്കൾ പറഞ്ഞ പോലെയാണ് അതിൻ്റെ ഡയറക്ടർഷിപ്പിലും വിലാസത്തിലും ഒക്കെ തിടുക്കത്തിൽ തിരുത്തൽ നടത്തും എന്നുള്ളത്. പ്രത്യേകിച്ച് അമ്മയുടെ പെൻഷൻ തുക കൊണ്ട് മകൾ ഒരു പക്ഷേ ചെയ്യുന്ന കമ്പനികളാണ് അതങ്ങനെയാണ് അതിൽ പിറവിയെടുക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാദം. അതിനെക്കുറിച്ച് കൂടി, കാരണം ഈ കാനഡ ആസ്ഥാനമായ ഈ സ്കൈ 11 എന്ന കമ്പനി. എനിക്ക് എൻ്റെ ഒരു വളരെ അടുത്ത ഒരു IT സുഹൃത്താണ്. ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടറായി കാണുന്നത് വീണ വിജയനാണ്. എക്സാലോജിക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും ആ കമ്പനിയിലുണ്ട്. എക്സാലോജിക്കിന്റെ ലോഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാനും സൈറ്റിൽ കയറി നോക്കി. അതിനുശേഷം IT എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരാൾ പറയുന്ന മാത്രം കേൾക്കാൻ പാടില്ല. ഇപ്പോഴത്തെ സമയത്ത് എന്തും അങ്ങനെ എന്നെ കണ്ണടച്ച് വിശ്വസിക്കാൻ മേലാത്തത് കൊണ്ട് തന്നെ IT എക്സ്പേർട്സ് ആയിട്ടുള്ള 3-4 ആളുകളുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് ഇത് അയച്ചു തന്ന ആൾ എൻ്റെ ഒരു സഹോദരനെ പോലെ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. പക്ഷേ എന്നാലും ഇത് ക്ലാരിഫൈ ചെയ്യണമല്ലോ എന്നതുകൊണ്ട് പലർക്കും ഞാൻ അയച്ചു കൊടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഇപ്പോൾ സൈറ്റിൽ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പേര് മാത്രം, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ വീണ്ടും മറ്റൊരു പെൻഷൻ കമ്പനി, ഇത്രമാത്രം പെൻഷൻ ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. കാരണം ആ ടെക്നിക്കൽ സൈഡിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് അല്ല. പക്ഷെ ഞാനത് പോസ്റ്റ് ചെയ്തതിന് ശേഷം മലയാളികളാണല്ലോ, എല്ലാം അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകളാണല്ലോ നമ്മുടെ ചെറുപ്പക്കാർ. അവരിതെല്ലാം കൃത്യമായി പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്കെല്ലാം കൊടുത്തു. അവിടെ ഇന്നലെ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്നലെ ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരുകളും ഇന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് ആരും അത് ഏറ്റവും മനസ്സിലാകാത്തൊരു കാര്യം, ഇവർക്ക് ആരാണ് IT രംഗത്ത് ഉപദേശം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇവർ ഇന്നലെ ചെയ്ത കാര്യം ഇന്ന് എഡിറ്റ് റിപ്പോർട്ട് എടുത്താൽ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു, ഇന്ന് എന്തായിരുന്നു, അവരെങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് മാറ്റിയെന്ന് കൃത്യമായ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് ഇന്ന് പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുന്നത് കണ്ടു. അപ്പോ ഇതുകൂട്ട് ഉപദേശം കൊടുക്കുന്നവർ, ഇതുകൂട്ട് ഉപദേശമാണോ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന ഇന്ന് ആ കമ്പനിയുടെ എവിടെയും വീണ വിജയനും എക്സാലോജിക്കും ഇല്ല. ഒറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോ എന്തൊക്കെയാണ് ഈ നാട്? ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു കൊള്ളസങ്കേതമാണ്. ഇനി എവിടെയൊക്കെ ഉണ്ടെന്നും എവിടെയൊക്കെ കമ്പനി തുടങ്ങിയിട്ടുണ്ടെന്നും പെൻഷൻ കാശ് ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്തോട്ട് പോയിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ ഒത്തിരി അന്വേഷണം നടക്കേണ്ടത്. SFIO പോലും അത് മതിയാവുമോ? ഇന്ത്യയിലുള്ള കാര്യങ്ങളൊക്കെ SFIക്ക് അന്വേഷിക്കാം. വിദേശത്തേക്കൊക്കെ എത്രമാത്രം SFIക്ക് അന്വേഷിക്കാൻ കഴിയും? വിദേശ ഏജൻസികളെ, അതായത് ഇന്റർപോൾ ഉൾപ്പെടെയുള്ള ഏജൻസികളെ സഹകരിപ്പിക്കാൻ SFIക്ക് അധികാരമുണ്ടെങ്കിൽ പോലും ഇതുപോലെ ഏതൊക്കെ രാജ്യത്തുണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പുറകെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കൊള്ളസങ്കേതം എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഈ കൊള്ളസങ്കേതം ഇപ്പൊ പെട്ടു നിൽക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. യെസ്, അതിൽ താങ്കളുടെ കൃത്യമായ ഇടപെടലും അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. താങ്കൾക്കും സമയം പരിമിതമാണ്, മാത്രമല്ല മറ്റ് അതിഥികളിലേക്ക് കൂടി എനിക്ക് പോകേണ്ടതുണ്ട്. ഒറ്റ കാര്യം കൂടി, നമുക്കറിയാം ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട താങ്കൾ ആദ്യം തന്നെ പറഞ്ഞത് കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴായിരിക്കും പിടിക്കപ്പെടുന്നത്. എക്സാലോജിക്ക് അത്തരത്തിലൊരു മാങ്ങയാണ്. എന്തായാലും ഈ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ സത്യം വെളിവാകാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള നിലപാട്. CMRLന്റെ 250 രൂപ വീതമുള്ള 3 ഷെയറുകൾ എടുത്തിട്ടാണല്ലോ താങ്കൾ ഈ ഒരു നിയമ നടപടികളിലേക്ക് ഒരു സാഹചര്യമായി കണ്ടുകൊണ്ട് ഇറങ്ങിയത്. പക്ഷേ പല ആരോപണങ്ങൾ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും അധികാരനായ, ഏറ്റവും പ്രമുഖനായ, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് പാർട്ടി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് പിണറായി വിജയനും മകൾക്കുമെതിരെ താങ്കളുടെ നിയമ നടപടികൾ. അതുകൊണ്ട് തന്നെ പല ഭാഗത്തുനിന്ന് ആരോപണങ്ങൾ വരും. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, അതിനുശേഷം താങ്കളുടെ BJPയിലേക്കുള്ള രംഗപ്രവേശം, ചിലർ പറയുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായിട്ടുള്ള അടുപ്പം, മാത്യു കുഴൽനാടനുമായിട്ടുള്ള അടുപ്പം ഒക്കെ, അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. താങ്കൾക്ക് പ്രചോദനമാകുന്നത് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളാണെന്ന് പല രീതിയിൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ സത്യം വെളിവാകാൻ വേണ്ടി നടത്തുന്ന ഈ നിയമ പോരാട്ടം, അതിനെക്കുറിച്ച് കൂടി. ഒന്നാമതായിട്ട് പറഞ്ഞത്,
ഞാൻ BJP-യിൽ ചേർന്നു എന്നത് സംബന്ധിച്ചാണ്. 9ാമത്തെ മാസമാണ്, കഴിഞ്ഞ വർഷം 2023 9ാം മാസം 23-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് പരാതി നൽകുന്നത്. അതിനുശേഷം ഹൈക്കോടതി ഞാൻ റിട്ട് കൊടുക്കുന്ന സമയത്തും ഞാൻ BJP-യുടെ ഭാഗമല്ല. ഞാൻ BJP-യുടെ ഭാഗമായ ജനുവരി 31-ാം തീയതി ഞാൻ മെമ്പർഷിപ്പ് എടുത്ത അന്ന് തന്നെയാണ് SFIയുടെ ഉത്തരവ് വരുന്നത്. അപ്പോ എനിക്ക് എന്റെ സ്വാധീനത്തിൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയത്തിന്റെ ഫലമായി ആണ് ആ ഉത്തരവ് വരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ ആ ഉത്തരവ് വരികാൻ സമ്മതിക്കുക. കാരണം എല്ലാവരും സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കില്ലേ, PC ജോർജും മകനും അതുപോലെ ഞങ്ങളുടെ പാർട്ടിയുടെ ലയന സമ്മേളനവും പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ വെച്ചാണ്. ആ ഡൽഹിയിൽ വെച്ച് അന്ന് പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ SFIയുടെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഈ ചോദ്യം സ്വാഭാവികമായതുകൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ, ആ തരത്തിൽ സ്വാധീനം ഉണ്ടെങ്കിൽ ഞാനത് മാറ്റിവെക്കാൻ ആവശ്യപ്പെടുമായിരുന്നു, മാറ്റിവെക്കുമായിരുന്നു. പിന്നെ എന്റെ കേസിനെ സംബന്ധിച്ച് ഞാൻ ഈ പാർട്ടി ലൈനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞു, ഞാൻ ഈ കേസുമായി മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയുടെ പേരിലല്ല, ഞാനൊരു വ്യക്തി എന്ന നിലയിലാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിനകത്ത് രാഷ്ട്രീയം കലർത്തിയിട്ടില്ല. അപ്പം എനിക്ക് ഈ കേസ് ഏതറ്റം വരെയും മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം, അനുമതി ഉണ്ടാകണം. തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ ദേശീയ നേതൃത്വം, അതുപോലെ സംസ്ഥാന നേതൃത്വം കേസ് എന്നല്ലെങ്കിൽ ഇപ്പോ ഞാൻ ഇവിടെ BJP-യുടെ ഒരു പ്രതിനിധിയുണ്ട് ഇല്ലേ, ഞാനും BJP-യുടെ 3 രൂപ മെമ്പർഷിപ്പ് ഉള്ള ഒരു സാധാ പ്രവർത്തകനാണ്. പക്ഷെ എന്റെ പേരിന്റെ താഴെ പരാതിക്കാരൻ എന്നാണ് കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാ പരാതിക്കാരൻ. എനിക്ക് BJP നോക്കാം, ഞാൻ BJP-യുടെ പ്രതികരിക്കുന്ന BJP-കാരനായ BJP-യുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പരാതിക്കാരൻ എന്റെ പേരിന് താഴെ ഒരുപക്ഷെ പരാതിക്കാരൻ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ വിഷയത്തിൽ പരാതിക്കാരനായി തന്നെ നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് എന്റെ പാർട്ടിയും പറഞ്ഞിട്ടുള്ളത് ആ വിഷയത്തിൽ ഷോണിന്റെ നിലപാടുകളുമായി മുമ്പോട്ട് പോവുക എന്ന് തന്നെയാണ്. രണ്ടാമത് ബിനീഷിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല പ്രാവശ്യം പല ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബിനീഷ് ഞാൻ 25 വർഷമായി അടുത്ത സുഹൃത്തുക്കളാണ്. കുഞ്ഞിലെ മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് ഏറെക്കുറെ 8 വർഷക്കാലം ഒരുമിച്ച് പഠിച്ചവരാണ്. ആ ബന്ധവും ആത്മബന്ധവും ഞാനും ബിനീഷും തമ്മിൽ ഇപ്പോഴും ഉണ്ട്. എന്റെ ഓഫീസിൽ 3ാമത്തെ ആൾ എന്ന് പറയുന്നത് ബിനീഷാണ്, ഞാൻ നിരുമാനദാസ്. 2ാമത്തെ ആളും തികഞ്ഞ സഖാവാണ്. അദ്ദേഹവും ഹൈക്കോടതി. അപ്പോ എന്റെ രാഷ്ട്രീയം പരസ്പരം അവർക്ക് അവരുടേതായ സ്പേസും എനിക്ക് എന്റേതായ സ്പേസും രാഷ്ട്രീയപരമായിട്ടുണ്ട്. എനിക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാൻ എനിക്ക് വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. അതിനപ്പുറത്ത് പൊതുപ്രവർത്തകൻ എന്നാൽ ഞാൻ ഒരു സ്റ്റേജ് വരെ, ഞാൻ പറഞ്ഞല്ലോ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു സ്റ്റേജ് വരെ ഞാൻ പോയതെങ്കിൽ എന്നെ കേരള സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ഈ വിഷയത്തിൽ എന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഏതറ്റം വരെ പോയേ മതിയാവും. അതിനകത്ത് ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ അത് സഹിക്കാൻ തയ്യാറാണ്. നന്ദി ശ്രീ ഷോൺ ജോർജ്, നിലപാടുകൾ വെളിപ്പെടുത്തിയതിന്. ശ്രീ ട്രിൻഡു മഹാദേവ്, നമുക്കറിയാം CPM-ന്റെ പ്രതിരോധം അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ക്യാപ്സ്യൂളുകൾ എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലേ, തിരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്തുണ്ട്. പക്ഷെ നമുക്കറിയാം ഭക്ഷണത്തിൽ വരെ രാഷ്ട്രീയം കലർത്തുന്നുണ്ട് CPM. കാരണം ഭാരത് അരി നമുക്കറിയാം പൊതുവിപണിയിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഏതാണ്ട് 50 രൂപയൊക്കെ വിലയുള്ള അരിയാണ് 29 രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന, പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുക എന്നൊറ്റ ലക്ഷ്യത്തോടെ. പക്ഷേ അതും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. ഒരു പക്ഷേ എൻ്റെ ഒരു അറിവ് ഈ പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കോടതിയിലേക്ക് പോകാനിരിക്കുകയാണെന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളതും കേന്ദ്ര സർക്കാരിനെ പഴിപറച്ചിലുമൊക്കെ പുതിയ കാര്യമല്ല. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു ആരോപണത്തിന് ഇനിയും ശക്തി കൂടുകയുള്ളല്ലേ കർണാടക ഹൈക്കോടതിയുടെ ഈ ഒരു ഹർജിയിന് മേലുള്ള തിരിച്ചടി കൂടി ആയപ്പോൾ? ലക്ഷ്മി, ഇതിനകത്ത് ആദ്യം തന്നെ നമ്മുടെ സൂര്യപുത്രിയെ പൂട്ടാനിറങ്ങിയിട്ടുള്ള ജോർജ് പുത്രനെ ആദ്യം ഒന്ന് അഭിനന്ദിക്കട്ടെ. അദ്ദേഹം നമ്മുടെ കുറച്ച് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഈ ഒരു നിയമ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു വ്യക്തി എന്ന രീതിയിലും യുവാവെന്ന രീതിയിലും അദ്ദേഹം BJP-കാരനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു ഈ പോരാട്ടത്തിന് ഇറങ്ങിയ ഒരാളാണെന്ന്. അത് സത്യമാണ് അല്ലേ? അദ്ദേഹം 2023 ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് BJP-കാർ നടത്തുന്ന ഒരു രാഷ്ട്രീയ വിലപേശലാണെന്നൊക്കെയാണ് പറയുന്നത്. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, സത്യത്തിൽ ഈ കർണാടക ഹൈക്കോടതിയിൽ വീണ തൈക്കണ്ടിയിൽ, ഇപ്പോൾ വീണ തൈക്കണ്ടിയിൽ നിന്നാണ് അറിയപ്പെടുന്നത്. കാരണം നമുക്കറിയാം ഈ പേരുമാറ്റിൻ്റെ രൂപാന്തരണത്തിൽ തന്നെ ഒരു പെശക് അല്ലെങ്കിൽ അതിലൊരു കള്ളത്തരം നമുക്ക് മണക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാവരും കേട്ടിരുന്നത് വീണ വിജയൻ എന്നായിരുന്നു. പിന്നീട് അത് വീണ റിയാസായി വീണ തൈക്കണ്ണിയിലേക്ക് ഒതുങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് സിൻഡിക്കേറ്റുകളും മാധ്യമപ്രവർത്തകരും അങ്ങനെയാണ് പറയുന്നത്. നാളെ വീണ വിജയനിലേക്ക് മാത്രം ഒതുങ്ങുന്നു, അത് പിണറായിലേക്ക് ഇല്ല എന്നുള്ള ഒരു ധ്വനി ഇപ്പോൾ തന്നെ ധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീണ തൈക്കണ്ടി എന്നുള്ള പേര് ഇങ്ങനെ ആവർത്തിച്ച് ഇപ്പോൾ നമ്മൾ പോലും പറയുന്നത് വീണ തൈക്കണ്ടിയിൽ നിന്നാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ വീണ വിജയ സത്യത്തിൽ കർണാടക ഹൈക്കോടതിയിൽ ഈ ഹർജി കൊടുത്ത് നന്നായി. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നാൾ വഴികൾ കൃത്യമായിട്ട് ഈ ഹർജിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്.
നമ്മളെല്ലാവരും സത്യത്തിൽ ഈ ROCയുടെ അല്ലെങ്കിൽ ഇന്റർമെന്റ് സെറ്റിൽമെന്റിന്റെ വിധിയുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ പുറത്തറിഞ്ഞത്. പക്ഷേ ഇത് വീണ വിജയൻ കൊടുത്ത ഹർജിയിൽ പറയുന്നു 2021 ജനുവരി 29-ാം തീയതിയാണ് ആദ്യമായിട്ട് വീണ വിജയന് കമ്പനി ആക്ട് 206 പ്രകാരം ROC ആദ്യമായിട്ട് ലെറ്റർ അയക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സത്യത്തിൽ ഇത് കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ 2023 നടക്കുന്നൊരു കേസല്ല. 2023 മുതൽ ഈ തട്ടിപ്പ് കമ്പനിയുടെ അല്ലെങ്കിൽ ഈ കടലാസ് കമ്പനിയുടെ പിന്നാലെ ഇൻകം ടാക്സും ROCയും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമാവുക? അത് 2024 എത്തി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കമ്പനി ആക്ട് 206 ലംഘനം, കമ്പനി ആക്ട് 210 ലംഘനം, ഇപ്പോൾ 212 എത്തി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 3 വർഷം കൊണ്ട് അത് SFIയിൽ എത്തി നിൽക്കുന്ന വലിയൊരു കേരളം കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള വലിയൊരു അഴിമതിയുടെ അവസാന ഘട്ടമാണ്. ഇതിന് സത്യത്തിൽ ഈ കോടതി നൽകാവുന്നതിൻ്റെ മാക്സിമം ഇളവ് എന്ന് പറഞ്ഞാൽ ഇതിൽ വീണ വിജയൻ അത് നൽകി കോടതി കഴിഞ്ഞ ദിവസം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ വിജയന് താൽക്കാലികമായി അറസ്റ്റ് ചെയ്യില്ല. അത് സ്വാഭാവികമായിട്ടൊരു കോടതി ഒരു അന്വേഷണത്തിൻ്റെ പുരോഗതി അനുസരിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് ബാക്കി ഒറ്റ വാക്കിനകത്ത് കൃത്യമായി പറഞ്ഞു അന്വേഷണം നടക്കണം, ഇതിനകത്ത് തടയാൻ പറ്റില്ല. കാരണം ഒരു കൊലപാതക കേസിലെ പ്രതി കൊലപാതകം ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ട് പറയുകയാണ് എനിക്കെതിരെ അന്വേഷണം പാടില്ല എന്ന് കോടതിയിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? ഒന്ന്, SFIയെ കുറിച്ച് ഇപ്പോഴും കൃത്യമായിട്ട് വീണ തൈക്കണ്ടിയിലേക്കും ഈ സഖാക്കൾക്കും ഗോവിന്ദൻ മാഷിനും ഒന്നും ധാരണ ഇല്ല എന്ന് തോന്നുന്നു. ഒന്ന് മനസ്സിലാക്കണം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു സുപ്പീരിയർ പവറുള്ള ഒരു എല്ലാ ഘടകങ്ങളെയും ഒരുമിപ്പിക്കുന്നതാണ്. IRLCയിലുണ്ട്, ഇന്ത്യൻ റവന്യൂ സർവീസിന് അംഗങ്ങളുണ്ട്, IASകാരുണ്ട്, IPSകാർ അടക്കമുള്ള ഒരു ഫോം എന്ന രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുതാര്യവും അതുപോലെ ഇവരെടുക്കുന്ന കേസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റാണ്. കേരളത്തിൽ തന്നെ SFIയുടെ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം SFIO ഏത് തരത്തിലുള്ള കേസുകളിലാണ് ഇടപെടുന്നത്. എല്ലാ കേസുകളിലും EDയെ പോലെയോ അല്ലെങ്കിൽ CBIയെ പോലെയോ ഒന്നും അങ്ങനെ പോയി അന്വേഷിക്കുന്ന ഒരു സംവിധാനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വീണ തൈക്കേണ്ടിയിൽ കൊടുക്കുന്നത് ROCയുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് അതാണ്. ROCയുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് സമാന്തരമായി SFIO എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. ROCയാണ് കൃത്യമായിട്ട് SFIയോട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കേരളത്തിൽ നടന്നിട്ടുള്ള വീണ തൈക്കുണ്ടിയിലും പിണറായി വിജയനും KSIDCയും CMRലും ഈ കേരളത്തിൻ്റെ പൊതുസമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അഴിമതി, ഈ അഴിമതിയുടെ അവസാന ഘട്ടത്തിൽ SFIയുടെ അന്വേഷണം എത്തി നിൽക്കുകയാണ്. ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമില്ല. ഇതിനകത്താണെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും രീതി ഒറ്റ വരിയിലാണ് നമ്മുടെ കോടതി പറഞ്ഞത്. കേരള ഹൈക്കോടതിക്കകത്ത് ഇവർ നോക്കൂ, സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ നോക്കുന്നു. ഇവർ നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ ഈ ക്യാപ്സൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരിങ്ങനെ സ്വാഭാവികമായിട്ട് പലതരത്തിലെ ക്യാപ്സൂൾ ഇറക്കുന്നു. ഇപ്പോൾ ഇവർ അടുത്തിറക്കുന്ന ക്യാപ്സൂൾ ഇതാണ്: ഇന്ത്യൻ കോടതി, ബൂർഷോ കോടതി തുടങ്ങട്ടെ, അല്ലെങ്കിൽ സംഘി കോടതി. ഈ ഒരു ക്യാപ്സൂളാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത്. കർണാടക ആയതുകൊണ്ട് അത് അവിടെ ഇനി RSSകാരായിട്ടുള്ള ജഡ്ജിമാരെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഈ കേസിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്ത് ഒരു സംശയം വേണ്ട, ഈ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വീണ വിജയൻ ഒരു സംശയം വേണ്ട ജയിലറയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിനകത്ത് പലപ്പോഴും പറയാറുണ്ട് AKG സെൻറ്ററുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വീണ വിജയൻ ആദ്യമായിട്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കൊടുത്ത അഡ്രസ്സ് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സായിരുന്നു. എന്നാൽ പിന്നീട് ഈ ROC ലെറ്റർ അയക്കുന്നു AKG സെൻറ്ററിലേക്ക്. സ്വാഭാവികമായിട്ട് AKG സെൻറ്റർ ഈ ലെറ്റർ കൈപ്പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് 2021 പോലെ AKG സെൻറ്ററിന് അപകടം നടത്തു, ഇതുമായി പ്രശ്നങ്ങൾ മണപ്പെട്ടു. അതിനിടയിലാണ് വീണ വിജയൻ വീണ്ടും എന്ത് ചെയ്യുന്നത്, ചില ROCയുമായി ബന്ധപ്പെട്ട് പേരുമാറ്റൽ നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പേരുമാറ്റൽ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും അറിയുന്നില്ല. അതിൻ്റെ പേരിൽ 1 ലക്ഷം രൂപ പിഴ അടച്ചിട്ടുണ്ട്. അപ്പോൾ AKG സെൻറ്ററിൻ്റെ പേരുമാറ്റത്തിൽ പോലും 1 ലക്ഷം രൂപ പിഴ അടച്ച ആളാണ് ഈ വീണ വിജയൻ. അപ്പോൾ 1 ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അതിനെതിരെ അപ്പീൽ പോയപ്പോൾ 20,000 രൂപ ചുരുക്കി കൊടുത്തു. അപ്പം നോക്കൂ, ഇത് ഒരു സുപ്രഭാതത്തിൽ BJPയുടെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസല്ല. ഇത് 2021 മുതൽ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഒന്ന് വീണ വിജയൻ്റെ തട്ടിപ്പ് കമ്പനി ഒരു കാര്യം, രണ്ടാമത്തെ ഒരു കാര്യം CMRL നടത്തിയിട്ടുള്ള വലിയൊരു തട്ടിപ്പുണ്ട്. ആ തട്ടിപ്പിൻ്റെ കഥകൾ വരുന്നു. അതുകൊണ്ടാണല്ലോ PV ഉണ്ട്, IK ഉണ്ട്, നമ്മളുടെ EK ഉണ്ട്, ഈ പറയുന്ന വീണ വിജയനും പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആരോപണം കേവലം ഒരു BJPയെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് CPMനും ഗോവിന്ദന്മാർക്ക് ഒരു ക്യാപ്സൂൾ ടൈപ്പിനകത്ത് ഒതുക്കാമെങ്കിലും ഇതിൻ്റെ അവസാന ഘട്ടത്തിനകത്ത് പിണറായി വിജയനെ പോലും SFIO ചോദ്യം ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.
ശ്രീ കെ എം ഷാജഹാൻ, ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഒപ്പം തന്നെ ഷോൺ ജോർജ് ഒക്കെ പറഞ്ഞ പോലെയാണ് ഇത് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിരോധത്തിലായിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ കേരള ഹൈക്കോടതിയിൽ പോയപ്പോൾ എന്തിനാണ് അന്വേഷണത്തെ ഇത്രയും ഭയക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷണം നേരിടാൻ എന്താണ് പ്രയാസമെന്ന് കേരള ഹൈക്കോടതി ചോദിച്ചു. കർണാടക ഹൈക്കോടതി വിശദമായ വിധി പകർപ്പ് നാളെ ലഭിക്കുകയുള്ള ആ വെബ്സൈറ്റിൽ. അതിനുശേഷമായിരിക്കും കോടതി എന്തൊക്കെ. തീർച്ചയായും കേരള ഹൈക്കോടതിയുടെ നിഗമനങ്ങൾ എന്തൊക്കെ എന്ന് നോക്കിയിട്ട് തന്നെയായിരിക്കുമല്ലോ കർണാടക ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് വന്നത്. എന്തായാലും CMR-ലും KSIDC-ലും നടന്ന അന്വേഷണം അല്ലെങ്കിൽ ആ ഒരു തിരച്ചിൽ ഇനി ഇപ്പോൾ എക്സാലോജിക്ക് അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നുള്ളൊരു വേവലാതിയിലാണ് ഈ പരക്കം പാച്ചിൽ. പക്ഷേ ഈ ഊരിപ്പിടിച്ച വാളുകളുടെ ഉയർത്തിപ്പിടിച്ച കത്തികളുടെ ഇടയിലൂടെ നടന്ന പിണറായി വിജയനും മകൾക്കൊക്കെ എന്തിനാണ് അന്വേഷണത്തെ എത്ര ഭയം എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? പിണറായി വിജയൻ ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ്, തനിക്ക് ഇതിനൊന്നും ഭയക്കേണ്ട കാര്യമില്ല, തൻ്റെ കൈകൾ ശുദ്ധമാണ്. ആദ്യം തനിക്കെതിരെ ആരോപണം വന്നു, അതിനുശേഷം തൻ്റെ ഭാര്യയ്ക്കെതിരെ ആരോപണം വന്നു, തൻ്റെ മകൾക്കെതിരെ ഇപ്പോൾ ആരോപണം വരുന്നു. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ് അദ്ദേഹം നിയമസഭയിൽ 2 കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്. ആ പറഞ്ഞ പിണറായി വിജയൻ ഇപ്പം നടത്തുന്ന പരക്കം പാച്ചിൽ നമ്മളൊന്ന് നോക്കിക്കേ. ഇപ്പോൾ വാലെ തീ പിടിച്ച് ഓടുന്നതല്ലേ കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എന്താ ചെയ്തത്? KSIDC-യെ കൊണ്ട് ഈ അന്വേഷണം മരവിപ്പിക്കുന്നതിനുള്ള ഉത്തരവ് കേസ് കേരള ഹൈക്കോടതി കൊടുത്തു. അതേസമയം തന്നെ മകളെ കൊണ്ട് SFI അന്വേഷണ ഉത്തരവ് റദ്ദാക്കിക്കണം എന്നുള്ള കേസ് കർണാടക ഹൈക്കോടതി കൊടുത്തു. അപ്പം കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞയാൾ, ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2020 സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ച സമയത്ത് NIA അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് പറഞ്ഞ് കേന്ദ്ര ഏജൻസിക്ക് കത്തയച്ച ആളാണ് പിണറായി വിജയൻ. ഏത് അന്വേഷണം നടക്കട്ടെ എന്നാണ് എല്ലാ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നയാൾ ഇപ്പോൾ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ അതെങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും വാലെ തീ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ ആപ്പിനകത്ത് പുലിയുടെ വാല് പെടുന്നത് പോലത്തെ അവസ്ഥയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ. പിണറായി വിജയൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തായിരുന്നു പിണറായി വിജയൻ പറയേണ്ടത്? ഞാനത് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടില്ലാണെന്നാണ് എൻ്റെ ഓർമ്മ. പിണറായി വിജയൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ പിണറായി വിജയൻ പറയേണ്ടത് എന്താണ്? അത് എൻ്റെ മകൾക്കെതിരെ അന്വേഷിച്ച് നോക്കട്ടെ, അന്വേഷിച്ചിട്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നില്ലേ പിണറായി വിജയൻ പറയേണ്ടിയിരുന്നത്? ഇപ്പം 2021 മുതൽ ROC-യുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നാണല്ലോ പറയുന്നത്. ഇപ്പോഴും ROC-യുടെ അന്വേഷണം നടക്കുന്നതിൽ പിണറായി വിജയൻ എതിർപ്പില്ല, കാരണം അത് ഒരു പല്ലുനഖമില്ലാത്ത അന്വേഷണമാണ് എന്ന് പിണറായി വിജയൻ അറിയാം. എന്നാൽ SFIയുടെ അന്വേഷണം വന്നപ്പോൾ ആ അന്വേഷണം റദ്ദാക്കാൻ വേണ്ടിയിട്ട് പരക്കം പായുകയാണ്. എന്തിനാണ് ഈ പരക്കം പാച്ചിൽ എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഈ പരക്കം പായുന്നത്? 2-3 വർഷമായിട്ട് നടക്കുകയാണ് ROC-യുടെ അന്വേഷണം. എന്നിട്ട് കോടതിയിൽ പോയി പറഞ്ഞെന്താ? കോടതിയിൽ അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞ ആളെ കൊണ്ട് പറഞ്ഞു 210 AC എന്ന് പറഞ്ഞ് ROC നടക്കുന്ന അന്വേഷണം അത് നടന്നുകൊള്ളട്ടെ, അതിന് സമാന്തരമായി കമ്പനീസ് ആക്ടിൽ 212 AC എന്ന് പറഞ്ഞ അന്വേഷണം എന്തിനാണ്? ഇത് സമാന്തരമായിട്ടല്ലേ നടക്കുന്നത്? ഇതാണ് ആദ്യം കോടതി ചോദിച്ചൊരു ചോദ്യം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോർണി ജനറൽ പറഞ്ഞ മറുപടി എന്താണ്? കമ്പനീസ് ആക്ടിൽ 212 AC എന്ന് പറഞ്ഞ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ബാക്കിയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ ഇൻഫ്രക്ച്വസ് ആയി പോവും. കമ്പനി ആക്ടിലെ 212 AC അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ROC-യുടെ അന്വേഷണം എന്നല്ല, പിന്നെ വേറെ ഒരു അന്വേഷണവും നടത്താൻ പറ്റില്ല എന്നാണ് കമ്പനി ആക്ടിലെ 212 എന്ന് പറഞ്ഞ വകുപ്പിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് സമാന്തര അന്വേഷണമാണെന്ന് പറയുന്നത് അസംബന്ധമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് വക്കീൽ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ വാദം എന്താ? ഇത് 1.25 കോടി രൂപയുടെ ഇടപാടാണ്. 100 കോടി രൂപയുടെ ഇടപാട് നടത്തുമ്പോഴാണ് SFIO വരുന്നത്. എന്തിനാണ് ഈ 1.25 കോടിക്ക് SFIO വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഇത് 1.25 കോടി രൂപയുടെ ഇടപാടിലല്ല അന്വേഷണം 135 കോടി രൂപയുടെ ഇടപാടിലാണ് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധി കർണാടക ഹൈക്കോടതി പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര കുഴപ്പമുള്ള സാധനമാണ്, ഇത് നോൺ ബെയിലബിളാണ്, ഇതിന് ജാമ്യം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു അറസ്റ്റ് ചെയ്യാൻ പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണുള്ളത്, അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് മൂന്നും പറഞ്ഞതിനെ തുടർന്ന് ആ കേസ് തള്ളിപ്പോകുന്നുള്ളൂ അന്ന് തന്നെ അറിയാമായിരുന്നു. ഇപ്പോൾ കേസെടുത്ത് ചവിട്ടോട്ടെ കളഞ്ഞു.
ഇത് ചവിട്ടോട്ടെ കളയുന്നുള്ള നേരത്തെ ഈ ജനജാലിൻ്റെ ചർച്ചയിൽ തന്നെ ഞാൻ നേരത്തെ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നാളെ ഇപ്പോൾ വിശദമായി വിധി വരുമ്പോൾ അറിയാം എവിടെക്കിട്ടൊക്കെയാണ് അടി കിട്ടിയെന്നുള്ളത് നാളെ നമുക്കറിയാം. അപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി കാണിക്കുക, എന്തിന്? താൻ നിരപരാധിയാണ്, തനിക്കൊന്നും ആരെയും പഠിക്കണമെന്ന് പറയുക. മറുവശത്ത് അന്വേഷണം എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി കേരള ഹൈക്കോടതിയിലേക്ക് പോവുക, പിന്നെ കർണാടക ഹൈക്കോടതിയിലേക്ക് പോവുക. ഇത് മുഴുവൻ തകർന്ന് തരിപ്പണമായി, ചീട്ടുകൊട്ടാരം പോലെ ഈ എതിർപ്പ് മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നതാണ് കാണുന്നത്. ഇത് കൈ ശുദ്ധമല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ കാനഡയിൽ കൊണ്ടുപോയി ഒരു കമ്പനി തുടങ്ങുന്നത്. എന്തിനാണ് ഈ കാനഡയിൽ കൊണ്ടുപോയി കമ്പനി തുടങ്ങുന്നത്? അതിൻ്റെ യുക്തി എന്താണ്? ഇവിടെ വാലത്തി പിടിച്ച് ഓടുകയാണ്, ഇവിടെ ആരോപണത്തിൻ്റെ മുൾമുനെ നിൽക്കുകയാണ്. ആ ആരോപണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് പകരം അതിൻ്റെ ഇടയിലും പോയി കാനഡയിൽ കമ്പനി തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്, ഇതിനകത്ത് ദുരൂഹതയുണ്ടെന്നുള്ളത്, ഇത് പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്, ഇത് പണം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരക്കമ്പാച്ചിലാണ് നടത്തുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി എല്ലാ കാലവും ഒന്നും ആളുകളെ ഇതുപോലെ വഞ്ചിച്ചും പുച്ഛിച്ചും അഹങ്കരിച്ചും ഈ ചീത്ത വിളിച്ചും ഒന്നും ഒരു നേതാവും ലോകത്തെമ്പാടും പോയ ചരിത്രം ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കുഞ്ഞ് ഇന്ത്യയുടെ ഈ മൂലക്കിടക്കുന്ന ഈ കേരളത്തിലെ ഈ പിണറായി വിജയനൊന്നും ഇങ്ങനെ നിലനിന്ന് പോകുന്ന കാര്യമല്ല. ഇത് ഏതാണ്ട് അവസാനത്തോട് അടുക്കുകയാണ്. ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്, വീണാ വിജയൻ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും വല്ല ബോധം കെട്ട് വീഴുമോ എന്നുള്ള ചോദ്യമാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മകളുടെ കാര്യം പറഞ്ഞാൽ അപ്പം പൊട്ടിത്തെറിക്കുകയാണ്. മകളുടെ കാര്യം പറഞ്ഞപ്പോൾ മാറ്റി കൊടുക്കുന്നതാണെങ്കിലും ചെയ്തത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കേസിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കേസ് കോടതി കിടപ്പുണ്ട്, കേരള ഹൈക്കോടതിയിൽ ഈ കേസ് കിടപ്പുണ്ട്. കോടതി ശക്തമായിട്ടുള്ള നിലപാടെടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ ആളുകളെ പറ്റിച്ചും പുച്ഛിച്ചും ഒന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് പോകാൻ പറ്റില്ല. ഇത് ഏതാണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം താമസം വരില്ല. എന്തായാലും SFIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോടതിയിൽ നിന്നൊരു ക്ലീൻ ചിറ്റ് കിട്ടിയത് കൊണ്ട് അവർ ഇനി ചോദ്യം ചെയ്യൽ റെയ്ഡ് ഇതിനകത്തേക്കൊക്കെ പോകും. ഏറ്റവും അവസാനമായി പറയാനുള്ളൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് വേട്ടയാടുന്നു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പൊളിഞ്ഞു. കർണാടകത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി ഈ കേസെടുത്ത് ചവറ്റുകൊട്ടെ കളഞ്ഞതോടുകൂടി അത് പൊളിഞ്ഞു. കർണാടക ഹൈക്കോടതിക്ക് മനസ്സിലായി ഇത് മുഖ്യമന്ത്രിയുടെ മകളാണ്, അതുകൊണ്ട് അവർ ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരതെടുത്ത് ചവറ്റുകൊട്ടെ കളഞ്ഞു. അതുകൊണ്ട് ഇനി വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം മറ്റ് അതിഥികളിലേക്കും പോകാം. ചർച്ച തുടരും. ചെറിയൊരിടവേള.